വന്ദേ ഗുരുണാം ചരണാരവിന്ദം സന്ദർശിതസ്വാത്മസുഖാംബുധീനാം ജനസ്യ യേഷാ ഗുളികായമാനം സംസാരഹാലാഹലമോഹശാന്തൈ. ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം, ആചാര്യപാദങ്ങളിൽ പ്രണാമം. അഷ്ടോത്തര ശതനാമാവലിയിലെ 39-40 മന്ത്രങ്ങളാണ് ഇന്ന് ചെറിയ വിശകലനത്തിനായിട്ട് എടുക്കുന്നത്. മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക. വിപരീതഗതി നിഹന്ത്രേ നമഃ. സത്യമാർഗപ്രദായകായ നമഃ. രണ്ടുമാണ് മന്ത്രങ്ങൾ. അപ്പം ആദ്യത്തെ 39-ാമത്തെ മന്ത്രം പറയുന്നത് ഓം വിപരീത ഗതി നിഹന്ത്രേ നമഃ. ജനങ്ങളുടെ വിപരീത ഗതിയെ ഇല്ലാതാക്കിയ, നശിപ്പിക്കുന്ന, കൊന്നുകളയുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. ജനങ്ങളുടെ വിപരീത ഗതി എന്ന് പറയുമ്പോൾ, ഗതി എന്ന് പറയുന്നത് എന്താണ്? മുന്നോട്ടുള്ള നടപ്പ് അല്ലേ? ആ നടപ്പിനെ, അപ്പം വിപരീത ഗതി പറയുമ്പോൾ തെറ്റായ നടപ്പിനെ ഇല്ലാതാക്കിയ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ്. അപ്പോൾ നമ്മൾ മനുഷ്യവർഗത്തെ നോക്കുകയാണെങ്കിൽ, മനുഷ്യവർഗത്തിൻ്റെ മനസ്സ് നമുക്കറിയാം, വാസനകൾ അടിഞ്ഞുകൂടുന്നതായിട്ട് നമ്മൾ അറിയാം അല്ലേ? 3 തരത്തിലുള്ള വാസനകൾ. ആ 3 തരത്തിലുള്ള വാസനകൾ അടിഞ്ഞുകൂടി കിടക്കുമ്പോൾ നമ്മുടെ ഓരോ പ്രവർത്തികളും, ഇപ്പം നമ്മൾ പ്രാരബ്ധ കർമ്മമാണിപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഈ വാസനകളെ, അത് ഏത് തരത്തിലുള്ള വാസനകളാണോ അടിഞ്ഞിരിക്കുന്നത് അത് അനുസരിച്ചായിരിക്കും. അപ്പം നമ്മുടെ മനസ്സിലൊക്കെ ദുഷിച്ച വാസനകളും നല്ല വാസനകളും രണ്ടും ഉണ്ട്. നമ്മളിൽ എന്താണ്, ഓരോ മനുഷ്യനിലും ആസുരീയതയും ദൈവികതയും ഉണ്ട്. അപ്പം അതിലേതാണോ കൂടുതൽ പോഷിപ്പിച്ച് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഏതിനെ പോഷിപ്പിച്ച് വരുവാനുള്ള അവസരമാണോ ലഭിക്കുന്നത്, അതനുസരിച്ചാണ് ഓരോ വാസനകൾ വളർന്നു വരുന്നത്. അപ്പം ഒരു ദുർമാർഗചാരിയാകാനും ഒരുത്തന് സാധിക്കും, സത്മാർഗചാരിയാകാനും അവന് സാധിക്കും. അപ്പം അവനെ, അങ്ങനെയുള്ള ആ മനുഷ്യവർഗത്തിനെ, അതായത് വിപരീത ഗതി നിഹന്ത്രേ നമഃ എന്ന് പറയുമ്പോൾ, അങ്ങനെയുള്ള വിപരീത മാർഗത്തിൽ കൂടി, അതായത് സന്മാർഗത്തിൽ കൂടി അല്ലാതെ സഞ്ചരിച്ചിരുന്നവരെ, അവരുടെ ഗതി മാറ്റി അവരെ സന്മാർഗത്തിൽ കൂടി നയിച്ച ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ശ്രീമദ് ചൈതന്യ സ്വാമികളിവിടെ മഹാഗുരുവിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇവിടെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അവതാരകാലം 19-ാം നൂറ്റാണ്ടിൽ നമ്മൾ ആ സമയത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾക്കറിയാം അന്ന് ഇവിടെ നടമാടിയിരുന്ന, സമൂഹത്തിൽ നടമാടിയിരുന്ന എല്ലാം തന്നെ മനുഷ്യനെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നതിനുള്ള കാര്യങ്ങളായിരുന്നു. ഓരോ കാര്യങ്ങൾ നമ്മളെടുത്ത് നോക്കിയാലും, ഇപ്പം മനുഷ്യൻ ആയിട്ട് ജനിച്ചിട്ട് പോലും മനുഷ്യനായിട്ട് ജീവിക്കാനൊരു സ്വാതന്ത്ര്യം കൊടുക്കാതിരുന്ന കാലമായിരുന്നു അന്ന്. ഈശ്വരഭക്തി എന്താണെന്ന് അറിയില്ല. സാത്വിക രീതിയിലുള്ളൊരു ആരാധനാ രീതി പോലും അന്ന് മനുഷ്യന്, അതായത് അവർണ്ണരായിരുന്ന മനുഷ്യന് അതിന് പോലും അധികാരമില്ല, അവകാശമില്ല. ദുർദേവതകളെ ആരാധിച്ചു പോരുന്നു. അവർക്ക് ആവശ്യമില്ലാത്ത മദ്യവും മത്സ്യവും മാംസവും ഒക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചു കൊണ്ടിരുന്ന, അങ്ങനെയുള്ള ഒരുപാട് ദുരാചാരങ്ങൾ നടമാടിയിരുന്ന ആ കാലത്തിലേക്കാണ് ഗുരു അവതാരമെടുത്തതെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെ ഓരോ ദുരാചാരങ്ങൾ നടക്കുന്നതനുസരിച്ച് അവിടെ ധർമ്മവും, ഇപ്പം ദുർദേവതകളെ ആരാധനയ്ക്ക് അവിടെ ജന്തുബലിയാണ് പ്രധാനം. ആ ഒരു ജന്തുവിനെ
കൊന്ന് അതിൻ്റെ രക്തം ഒഴിച്ചു കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ആ ജന്തുവിൻ്റെ ജീവൻ അപഹരിക്കുക എന്ന് പറയുന്നത് തന്നെ അധർമ്മമാണ്, പാപമാണ്, ചെയ്യരുതാത്ത എന്താണ്, ഹിംസിക്കുകയാണ് അവിടെ. അപ്പം ഗുരു നമ്മൾക്ക് ഉപദേശിച്ച് തന്നിരിക്കുന്ന പഞ്ചശുദ്ധികൾ, പഞ്ചധർമ്മങ്ങൾ, ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അതിലെല്ലാം നമുക്ക് വളരെ പ്രധാനമായിട്ട് എല്ലാ കാര്യങ്ങളും പഞ്ചശുദ്ധി, പഞ്ചധർമ്മം, പഞ്ചയജ്ഞം, ഇത് 3 കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം അതിലെല്ലാം തന്നെ നമ്മൾക്ക് അത് വിശദീകരിക്കാൻ എടുക്കുമ്പോൾ നമ്മൾക്ക് കാണാം, ഒരുവനെ സന്മാർഗത്തോടെ നയിക്കുന്നതിനുള്ള ഉപദേശങ്ങളാണ് മഹാഗുരു എല്ലാത്തിലും തന്നിരിക്കുന്നത്. അപ്പോൾ ആ സന്മാർഗത്തിലൂടെ ആളുകൾ, മനുഷ്യകുലം നീങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ധർമ്മം മാത്രമേ ഇവിടെ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ആ ധർമ്മത്തിന് സ്ഥാനമില്ലാതാവും. അപ്പം ഇന്നത്തെ കാലം നമ്മളെടുത്ത് നോക്കുമ്പോൾ നമ്മൾക്ക് ഓരോ വാർത്തകളും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മൾ കാണുന്നത് എന്താണ്? ഈ അധർമ്മമാണ് മുന്നിട്ട് നിൽക്കുന്നത് അല്ലേ. ധർമ്മം എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരവസ്ഥയായി മാറിയോ എന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും. അപ്പം ഗുരുവിൻ്റെ അവതാരം നടന്ന ആ സമയത്തുണ്ടായിരുന്ന ആ ദുർനടപടികൾ അല്ലെങ്കിൽ മനുഷ്യവർഗം പോകുന്ന ആ വഴി, അത് തെറ്റായ വഴിയാണെന്ന് തിരിച്ചറിഞ്ഞ് മഹാഗുരു അവരെ അങ്ങനെ തെറ്റായ മാർഗത്തിൽ കൂടി സഞ്ചരിച്ചു പോകുന്ന ആ ജനങ്ങളെ, അതായത് തൻ്റെ ഭക്തജനങ്ങളെന്നോ തൻ്റെ സഹജീവികളെന്നോ ഗുരുവിൻ്റെ കാരുണ്യപൂർവമായ ആ പെരുമാറ്റം, അതായത് എല്ലാവരെയും ഗുരു ഒന്നായിട്ട് കണ്ടുപോയിരുന്ന ആ ഒരു രീതി. അപ്പോൾ അവിടെ അവർണനെന്നോ സവർണനെന്നോ ധനമുള്ളവനെന്നോ ദരിദ്രനെന്നോ അങ്ങനെ ഒരു വേർപാടേ ഗുരുവിനില്ലായിരുന്നു. അപ്പോൾ എല്ലാവരെയും ധർമ്മമാർഗത്തിൽ കൂടി നയിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഗുരുവിൻ്റെ ശ്രമം. അപ്പം ഗുരുവിൻ്റെ അവതാര ലക്ഷ്യം തന്നെ നമ്മൾക്കറിയാം. ഗുരു പലപ്പോഴും വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്താണ്? ജാതി ദുർഭൂതത്തെ ഇല്ലാതാക്കുന്നതിന് അല്ലേ. അപ്പോൾ അന്ന് നടമാടിയിരുന്ന ജാതി വ്യവസ്ഥ പോലും, ജാതി എന്താണെന്നൊക്കെ ഗുരു നമ്മൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി തരുന്നുണ്ട് ഗുരുദേവ കൃതികളിൽ കൂടി. അപ്പോൾ അങ്ങനെ നടമാടിയിരുന്ന ആ ദുഷിച്ച ആചാരങ്ങളെപ്പോലും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് സകലതിനെയും ഇല്ലാതാക്കിയവനാണ്, കൊന്നുകളഞ്ഞവനാണ്, ഹനിച്ചവനാണ്, നശിപ്പിച്ചവനാണ് ഗുരു. അപ്പം അങ്ങനെയുള്ള മഹാഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ വന്ദനം അല്ലെങ്കിൽ നമസ്കാരം അർപ്പിക്കുകയാണ് ചൈതന്യസ്വാമികൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. 40-ാം മന്ത്രം പറയുന്നത് ഓം സത്യമാർഗപ്രദായകായ നമഃ. സത്യത്തിൽ 2 മന്ത്രങ്ങളും ഏറെക്കുറെ ഒരേ അർത്ഥമാണ് പറയുന്നത്. അപ്പം സത്യമാർഗപ്രദായകായ നമഃ, സത്യമായ മാർഗം കാണിച്ചു കൊടുക്കുന്നവൻ, സത്യമായ മാർഗപ്രദാതാവാണ്, സത്യമാർഗത്തിൻ്റെ പ്രദാതാവാണ് ഗുരു. അങ്ങനെ അത് കാണിച്ചു കൊടുത്ത ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം. അപ്പം ഗുരുക്കന്മാർ നമ്മൾക്കറിയാം, നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അല്ല അതുപോലെ ഓരോ ഗുരുക്കന്മാരും പഠിക്കുമ്പോൾ നമ്മൾക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാകുന്ന എന്താണ്? ഗുരു ഒരിക്കലും ഒരു തെറ്റായ വഴി ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല. ആര് തെറ്റായ വഴിയിൽ കൂടി ചരിക്കുന്നുവോ അവനെ അവിടെ നിന്നും പിന്തിരിപ്പിച്ച് സത്യമാർഗത്തിലൂടെ, ശരിയായ വഴിയിലൂടെ നടത്തിക്കുന്ന, അല്ലെങ്കിൽ അവനെ അങ്ങനെ ശരിയായ വഴിയിൽ കൂടി നടത്തി അവൻ്റെ ജീവിതം സഫലമാക്കുന്നതിനുള്ള ശ്രമമാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എപ്പോഴും ചെയ്തത്. അപ്പോൾ അതാണ് സത്യമാർഗത്തിൽ കൂടി പോകണമെങ്കിൽ കഴിഞ്ഞ മന്ത്രം പറഞ്ഞ് വിപരീതഗതി നിരന്തരം, വിപരീതഗതിയിൽ കൂടി സഞ്ചരിക്കുന്നത് ആ യാത്ര ഇല്ലാതായാലേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ സത്യമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നതിന് ഗുരു സഹായിക്കുന്നു. അപ്പം നമ്മൾ ഒരു വഴി അറിയാത്ത ഒരു ദിക്കിൽ ചെന്നിട്ട് ഒരു സ്ഥലത്തേക്കുള്ള വഴി ചോദിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ധാർമ്മികമായിട്ടുള്ള ഒരാളാണെങ്കിൽ അവൻ നല്ല വഴി തന്നെ പറഞ്ഞുതരും. പലരും അറിയാഞ്ഞിട്ടാണോ അത് അറിയാൻ വയ്യാഞ്ഞിട്ടാണോ തെറ്റായ വഴി പറഞ്ഞു തരുന്ന പലരുമുണ്ട്. അപ്പോൾ എപ്പോഴും തെറ്റായ വഴി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് തെറ്റായ വഴിയാണ്, ആ വഴിയെ പോയാൽ നിങ്ങളുടെ ജീവിതം സഫലമാകില്ല, നിങ്ങൾ
തിരിച്ച് സന്മാർഗത്തിൽ കൂടെ നടക്കണം എന്ന് ഉള്ള ഉപദേശം തന്നത് ഗുരുവാണ്. ഇപ്പം കഴിഞ്ഞ മന്ത്രത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരുപാട് അനാശാസ്യ കാര്യങ്ങളെല്ലാം സമൂഹത്തിൽ നടമാടിയിരുന്ന ആ സമയത്ത് ജനങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരാശിയെ മുഴുവൻ ഒന്നടങ്കം സത്യമാർഗം കാണിച്ചു കൊടുക്കുന്നതിന് പരിശ്രമിച്ച ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണ്. അപ്പോൾ ആ ഗുരുവിന് ആണ് നമ്മൾ നമസ്കാരം അർപ്പിക്കുന്നത്. അപ്പം സത്യമാർഗം എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് അധർമ്മങ്ങൾ വെടിഞ്ഞ്, അല്ലേ? അധർമ്മങ്ങൾ വെടിഞ്ഞിട്ട് ധർമ്മത്തിൽ മാത്രം ഊന്നിയ ഒരു ജീവിതം, അതാണ് സത്യമാർഗം എന്ന് പറയുന്നത്. അപ്പം അസത്യത്തെയും ഹിംസയെയും മദ്യവർജനവും അങ്ങനെ പഞ്ചധർമ്മങ്ങൾ, അല്ലേ, എല്ലാം തന്നെ ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നത് എന്താണ്? നല്ല നേരായ മാർഗത്തിൽ സന്മാർഗത്തിൽ ചരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് ഗുരു പറഞ്ഞു തരുന്നത്. നിങ്ങൾ കോലതീര ശസ്തവം കൃതിയൊക്കെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അറിയാം, എത്രയോ ശ്ലോകങ്ങളിലെല്ലാം തന്നെ ഗുരു നമ്മൾക്ക് ഓരോന്നും പറഞ്ഞു തരുന്നത് ഈ സത്യമാർഗത്തിൽ ചരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലേ? ഓരോ ശ്ലോകവും അതിൽ എടുത്തു നോക്കുക. ഈ ലോചനം ആതീന്ദ്രിയം ഏതെങ്കിലും ഒന്നീ ആലോചന കൂടാതെ അബദ്ധത്തിങ്കലണഞ്ഞാൽ, അല്ലേ? അപ്പം അങ്ങനെ അണയാതിരിക്കാനായിട്ട് രക്ഷിക്കണം എന്നൊക്കെയാണ് അവിടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. അതുപോലെ സുജനാനം ചാരത്ത് വസിപ്പാനൊരു ഭാഗ്യം തരണമെന്ന് പിന്നെ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അല്ലേ? അപ്പം ആ സുജനാനം ചാരത്ത് വസിക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? സജ്ജനങ്ങളുടെ ചാരത്ത് വസിക്കുന്നത് കൊണ്ട് എപ്പോഴും നമ്മൾ സന്മാർഗത്തോടെ മാത്രമേ ചരിക്കുകയുള്ളൂ. അപ്പം ആ സജ്ജനങ്ങളുമായിട്ട് നമ്മൾക്കൊരു സഹവർത്തിത്വം ഉണ്ടാകണം, കൂട്ടുകെട്ടുണ്ടാകണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും ഗുരു പ്രാർത്ഥനയൊക്കെ നമ്മളോട് എപ്പോഴും പറഞ്ഞു തരുന്നില്ലേ? ഗുരു പ്രാർത്ഥിക്കണം, ഈശ്വര ചിന്ത വേണം, അല്ലേ? ഇത് ഗുരു എപ്പോഴും ഓതിത്തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയിലൂടെയും ഈശ്വരചിന്തയിലൂടെയും ഒക്കെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ സഞ്ചരിക്കുന്ന വഴി കുണ്ടും കുഴിയും ഒന്നുമില്ലാതെ സന്മാർഗം തന്നെയായിരിക്കും. അപ്പോൾ ആ സന്മാർഗത്തിൽ കൂടിയായിരിക്കും നമ്മൾ ഓരോരുത്തരും ചരിക്കേണ്ടതെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് മഹാഗുരുവിടെ സശരീരനായിരുന്നപ്പോൾ തന്നെ ചെയ്തു തന്ന ഓരോ കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾക്ക് ഗുരുവിനെ പഠിച്ചു പോകുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പക്ഷെ നമ്മളാരും ഗുരുവിനെ ഒന്നും പഠിക്കുന്നത് ആ രീതിക്കല്ല എന്ന് മാത്രം. നമ്മൾ ഗുരുവിനെ കാണുന്നത് മറ്റ് പല രീതികളിൽ കൂടിയാണ്. അപ്പം ഗുരു നമ്മൾക്ക് മനുഷ്യവർഗത്തിന് വേണ്ടിയിട്ട്, അതായത് മാനവരാശിയുടെ നന്മ മാത്രമേ ഗുരു ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഗുരു കർമ്മം ചെയ്യുമ്പോൾ അതാണ് പ്രധാനമായിട്ട് ഗുരു ഉദ്ദേശിച്ചിരുന്നത്, മാനവരാശിയുടെ നന്മ മാത്രം. അപ്പോൾ ആ നന്മയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഗുരു ചെയ്ത ഓരോ പ്രവർത്തനവും. അപ്പോൾ അതിൽ കൂടി, അതായത് നമ്മളത് പഠിക്കുമ്പോൾ മാത്രമാണ് ഗുരു എന്താണ് ചെയ്തത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കി കിട്ടുന്നത്. അപ്പം അങ്ങനെ ആ ഗുരു അത്രയും കഷ്ടതകൾ നമ്മൾക്ക് വേണ്ടിയിട്ട് അനുഭവിച്ചതാണല്ലോ എന്ന് കരുതുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഗുരുവിനോടുള്ള ആദരവ് കൂടുകയുള്ളൂ. അപ്പോൾ അതറിയണം. ഗുരുവിനെ അറിയാതിരുന്നാൽ അതൊന്നും നടക്കില്ല. പിന്നെ ഇവിടെ സത്യമാർഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ, അതായത് ആധ്യാത്മിക ജീവിതത്തിലല്ല, നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ സന്മാർഗത്തിൽ കൂടെ നടക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിന് ധർമ്മം വെടിയാതെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ സത്യത്തിലേക്ക് നയിക്കുവാനായിട്ട് ഗുരു ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഭൗതികവും ആധ്യാത്മികവുമായ വഴികളിൽ കൂടി, രണ്ട് വഴികളിലൂടെയും രണ്ടും ഒപ്പം പ്രധാനമാണ് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ രണ്ട് വഴികളിൽ കൂടെ നമ്മൾ ആ രണ്ട് വഴിയും സ്വീകരിക്കുമ്പോൾ സന്മാർഗമായിരിക്കണം എപ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളൊരു ഉപദേശമാണ് ഗുരു തന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഗുരു പരിശ്രമിച്ചത്. അപ്പോൾ സത്യമാർഗം എന്ന് പറയുമ്പോൾ ആധ്യാത്മിക രീതിയിൽ നമ്മളത് പറയുമ്പോൾ എന്താണ്? സത്യത്തിലേക്ക് എത്തിച്ചേരുക, അതായത് സത്യം എന്താണെന്ന് തിരിച്ചറിയുക. സത്യം എന്താണ്? ഇവിടെ ഒരേ ഒരു സത്യമേ ഉള്ളൂ, അത് പരബ്രഹ്മമാണ്, ആത്മാവാണ്, ഈശ്വര ചൈതന്യമാണ്. അപ്പോൾ ആ സത്യത്തെ തിരിച്ചറിയുന്നതിനും ഉള്ള മാർഗം നമ്മൾക്ക് ഓതിത്തരുന്നത് ഗുരുവാണ്. അതായത് ഈശ്വര ചൈതന്യത്തെ തിരിച്ചറിയുക. ദൈവദേശത്തിലെ 10ാമത്തെ ശ്ലോകം നോക്കൂ. ആഴമേറും നിൻ മഹസാമാഴിയിൽ
നിൻ്റെ ആ ആഴമേറിയ ആ മഹസാകുന്ന ആഴി അതെനിക്കൊന്ന് പരിചയപ്പെടണം, അല്ലേ? അതെനിക്കൊന്ന് മനസ്സിലാകണം. എന്നിട്ട് അതിൽ മുങ്ങി പൊങ്ങി അവിടെ തന്നെ വസിക്കാനായിട്ട് എനിക്കൊരു അവസരം ഉണ്ടാക്കി തരണമെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സത്യമാർഗത്തിലേക്കുള്ള വഴി, അതായത് ഈശ്വര സന്നിധാനത്തിലേക്കുള്ള വഴി, നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വര സന്നിധാനത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. അതായത് ഈശ്വരനെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സത്യമാർഗത്തിലേക്ക്, ഈശ്വര സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ഈശ്വരനിലേക്ക് അടുക്കുന്നതിനുള്ള, നമ്മളെല്ലാവരും ഈശ്വര സന്നിധിയിൽ എത്തിച്ചേരുമെന്നൊന്നും നമുക്ക് അറിയില്ല, പ്രതീക്ഷയില്ല. പക്ഷേ നമ്മൾ സന്മാർഗത്തിലാണ് നയിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഈശ്വര മഹിമ എന്തെന്നെങ്കിലും അറിയാൻ തീർച്ചയായിട്ടും നമ്മൾക്ക് സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ഭൗതിക തലത്തിലുള്ള ജ്ഞാനവും ആത്മീയ തലത്തിലുള്ള ജ്ഞാനവും നമ്മൾക്ക് പകർന്നു തന്ന് സന്മാർഗം എന്താണ്, എങ്ങനെ ചരിച്ചാലാണ് നമ്മൾ സന്മാർഗികളാകുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തന്നത് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണ്. അപ്പോൾ അതുപോലെ നമ്മൾ സദാചാരം എന്ന കൃതി നോക്കിയാലും അവിടെ എന്താണ് പഠിപ്പിച്ചിരുന്നത്? അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾക്ക് ഓതി തന്നിരിക്കുന്നത് നമ്മൾ സന്മാർഗത്തിൽ കൂടെ നയിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ സത്യം എന്താണ്? സത്യമായിട്ടുള്ള മാർഗം എന്താണ്? അപ്പോൾ ആ മാർഗം നമ്മൾക്ക് പ്രദാനം ചെയ്ത് തന്നത്, അല്ലെങ്കിൽ അത് നമ്മൾക്ക് മനസ്സിലാക്കി തന്നത് കരുണാമയനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ആണ്. അപ്പം നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളായാലും ജ്ഞാനേന്ദ്രിയങ്ങളായാലും അവയൊക്കെ വഴിതെറ്റിപ്പോകാതെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും എല്ലാം മഹാഗുരു നമ്മൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ പാതാരബിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടത്. ഗുരു സന്മാർഗം മാത്രമേ നമ്മൾക്ക് കാണിച്ചു തരുള്ളൂ എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ ഗുരുവിൻ്റെ ആ പാതാരബിന്ദങ്ങളിൽ എൻ്റെ എളിയ വാക്കുകൾ സമർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.